കൊല്ലത്ത് 6ാം ക്ലാസ്സുകാരനോട് ക്രൂരത. ബോർഡിംഗ് സ്കൂളിലെ 6ാം ക്ലാസ്സുകാരനെയാണ് തല കീഴായി തൂക്കാൻ ശ്രമിച്ചത്. വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് സംഭവം. പണം എടുത്തു എന്നൊക്കെ പറഞ്ഞാണ് കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചത്. പുനലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജ്കുമാർ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ്. രാജ്കുമാർ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് തെറ്റ് ചെയ്താലും, അത് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചെയ്താൽ പോലും ഈ രീതിയിൽ ശിക്ഷിക്കുന്നു, തലകീഴായി കെട്ടിത്തൂക്കി ശിക്ഷിക്കുന്നു എന്ന് പറയുന്ന അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അവരാണ് വലിയ കുറ്റക്കാർ, അവരാണ് ക്രിമിനലുകൾ, അല്ലേ രാജ്കുമാർ? ഇപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ സംഭവത്തിൽ ഈ കുട്ടിയുടെ, അതായത് കുട്ടിയുടെ കുടുംബം വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്ഥാപനത്തിൽ കുട്ടിയെ നിർത്തി പഠിപ്പിച്ചതും. അവർ പത്തനംതിട്ട സ്വദേശികളാണ് ഈ കുട്ടിയും അവരെ രക്ഷിതാക്കളും. പക്ഷെ ഇവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിർത്തി പഠിപ്പിച്ചത്. ഇപ്പൊ ഈ വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കുട്ടി വളരെ മൗനിയായിരുന്നു, ആരോടും മിണ്ടാട്ടമില്ല, വളരെ സങ്കടകരമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ പിതാവ് അന്വേഷിക്കുമ്പോഴാണ് ഈ സംഭവത്തെ കുറിച്ചുള്ള ചുരുളഴിയുന്നത്. അപ്പോൾ മാത്രമാണ് ഈ മകൻ ഈ അച്ഛനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ 500 രൂപ അവിടുത്തെ പാചകക്കാരന്റെ 500 രൂപ ഞാൻ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് തന്നെ കാലിൽ കയറുകൊണ്ട് ഈ ഫാനിന്റെ കപ്പിയിൽ കെട്ടിത്തൂക്കി എന്നാണ് കുട്ടി പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഈ അജിത് ഷാദ് പറഞ്ഞ പോലെ തന്നെ പിതാവും കുടുംബവും എല്ലാം ഞെട്ടിപ്പോയി. അവരത് ഈ CWCയിൽ ഇത് ഈ എടുക്കുന്നത് മോഷണമാണോ എന്ന് പോലും അറിയാത്ത പ്രായമാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതിന് പകരം ഇങ്ങനെ കെട്ടിത്തൂക്കി എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ കെട്ടിത്തൂക്കിയ കുക്കും അല്ലെങ്കിൽ വാർഡനും അല്ലെങ്കിൽ അധ്യാപകരും അധികൃതരുമാണ് യഥാർത്ഥത്തിൽ വലിയ കുറ്റം, കുട്ടിയേക്കാൾ വലിയ കുറ്റം ചെയ്തിരിക്കുന്നത്. അവരെയാണ് ശിക്ഷിക്കേണ്ടത്, യഥാർത്ഥത്തിൽ കൊടും ശിക്ഷ നൽകേണ്ടത്. തീർച്ചയായും രാജ്കുമാർ, സമഗ്ര വിവരം നൽകിയതിന് നന്ദി.